ഹായ് ഗൈസ്, അൺപ്ലഗ്ഡ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്നിപ്പോൾ മുഖ്യമാധ്യമ വാർത്തകളൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്ന, എന്നാൽ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, വസ്തുതകൾ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് കാസർഗോഡ് നിന്നും മോഡലിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അഭിനു, അഷറഫ് കോട്ടിക്കുളം, യുവ പ്രവാസി വ്യവസായി ഖാലിദ് കോട്ടിക്കുളം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളാണ്. കാര്യം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ എത്രമാത്രം വസ്തുതകളുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരക്കാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഈ ആരോപണ വിധേയർ അവർ പ്രതികളാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപക്ഷെ നിയമവും നീതിയും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും, പോലീസും കോടതിയും കാര്യങ്ങളൊക്കെയും. പക്ഷേ ഒരു പരിധി വരെയെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഇത്തരമൊരു അവസരം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മുതലെടുക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു വയസ്സായ ഒരു സെക്യൂരിറ്റി ചാൻ്റെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും സാഹചര്യത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവർ സങ്കടപരമായ ഒരു കാര്യമാണത് നമുക്ക് കാണാൻ പറ്റിയത്. എന്താ വെച്ചാൽ എന്തോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് വേറെന്തോ അവരെ ലവേഴ്സിൻ്റെ ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിലാണ് ഈ മൂപ്പര് കുടുങ്ങി കിടക്കുന്നത്. എന്തിനാണെന്ന് പോലും അവർക്കറിയില്ല. മൂപ്പർക്ക് വേണ്ടിയിട്ട് ഇവർ കേസ് കൊടുത്ത് മൂപ്പരകത്തായി. അത് എത്രയോ മാസങ്ങൾ അവർ ജയിലിനകത്ത് കിടന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരെ ഫാമിലി അവർക്ക് ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഇതായത്. പക്ഷേ വൈഫിനെ മൂപ്പർക്ക് നഷ്ടപ്പെട്ട്. ഇതിൽ അഭിനു പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ്. കാരണം അതിനുശേഷം 8 മാസം അയാൾ ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം പിന്നീട് അവർ പറയാണ് താൻ നിരപരാധിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നിരപരാധിയായ ഒരു വ്യക്തിൻ്റെ ഒരു ജീവിതം തന്നെ പോയ ഒരു സ്റ്റോറി തന്നെ പറയാം, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. എന്താ വെച്ചെങ്കിൽ ഒരു ചെയ്യാത്ത ഒരു കുറ്റത്തിന് മൂപ്പർ 8 മാസത്തോളം ശിക്ഷ അനുഭവിച്ച്, അതുകൂടാണ്ട് മൂപ്പറെ ഫാമിലി പോയി, ഓള് പോയി, എല്ലാ കാര്യങ്ങളും പോയി. പിന്നെ മൂപ്പറെ ലൈഫേ പോയി. ഇതാണ് പറയുന്നുള്ളത്. ഏത് ആരോപണം മാത്രം നമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആരോപിക്കപ്പെട്ടിട്ട് ഇത് അനാവശ്യമായിട്ടുള്ള എന്ത് പറയുന്നുള്ള ശിക്ഷയാണ് ഇപ്പം മൂപ്പർക്ക് ലഭിച്ചിട്ടുള്ളത്. മൂപ്പർക്ക് ചെയ്യാത്തൊരു കാര്യത്തിന് ഈ ശിക്ഷ ലഭിച്ച് മൂപ്പറുടെ ലൈഫ് തന്നെ കോഞ്ഞായിട്ടായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അഷ്റഫ് പറഞ്ഞ പോലെ ഈ ഒരു പറയപ്പെടുന്ന വ്യക്തിയുടെ 8 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വളരെ വികാരാതീതമായ ഒരു വോയിസ് നോട്ടും വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. കാര്യം ഒരു പ്രായമായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നുണ്ട് ആ മോക്ക് തെറ്റു പറ്റിയതായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു വലിപ്പമാണ്. പക്ഷെ അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് 8 മാസത്തിന് ശേഷമാണ് ഞാൻ പുറത്തെ വെളിച്ചം പോലും കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നമ്മൾക്കറിയാം. കാര്യം ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഇനിയിപ്പോൾ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതിന് യാതൊരുവിധ വസ്തുതയും ഇല്ല. കാര്യം അത്രമാത്രം ഇവിടുത്തെ മാധ്യമങ്ങൾ, ജനങ്ങൾ, മറ്റു സൊസൈറ്റി ഒക്കെയും ആഘോഷിച്ചു കഴിഞ്ഞു. കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിൽ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഏതെങ്കിലും പോസിറ്റീവ് കാര്യങ്ങളോട്, നമ്മുടെ ഏതെങ്കിലും നിലപാടുകളോ, നല്ല നല്ല കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ എൻ്റെയോ നിങ്ങളുടെ ആരുടെയെങ്കിലും നെഗറ്റീവ് പാർട്ട് എവിടെ കിട്ടുന്നുണ്ടോ അതിനെ ലോകത്തിൻ്റെ എല്ലാ കോർണറിലും എത്തിക്കാൻ എല്ലാവർക്കും വളരെ തിടുക്കമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അത്രയും മാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു രോഗിയായിരുന്നു, അവർ മരണപ്പെട്ടു പോയി. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പോലും മനസ്സിലാവാതെ അവർ മരണപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പരിധിയെങ്കിലും പലപ്പോഴും നമ്മൾ വിശ്വസിച്ച് പോവും ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നോ 8 മാസമോ 1 വർഷമോ കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് മൊഴി മാറ്റി പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് പോയാൽ പിന്നെ അവൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത് ആര് തന്നെ ആയിക്കോട്ടെ. പക്ഷെ അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി.
മീൻസ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ ഭരണകാലഘട്ടങ്ങളിലൊക്കെ നിരന്തരം അദ്ദേഹത്തിനെ വേട്ടയാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അദ്ദേഹത്തെ വേട്ടയാടപ്പെട്ടു. അതിനുശേഷം ഉണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നുണ്ട്, മുൻ വനമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു, മുൻ ട്രാൻസ്പോർട്ട് മന്ത്രിക്കെതിരെ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു ആഴ്ചകൾക്ക് മുമ്പ് വന്ന നമ്മുടെ കാസർകോട്ടെ ഒരു പ്രമുഖ യൂട്യൂബർ, അതേപോലെ തന്നെ ആരോപണം വന്ന കേരളത്തിലെ പ്രമുഖ ഒരു റാപ്പർ സിംഗർ. അപ്പോൾ ഇത് നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെ അഭിനുക്ക് വളരെ വ്യക്തമായിട്ട് അല്ലേ അഭിനു? ഇത് അതെ, നീ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരു കാസർഗോഡ് ഒരു ബ്ലോഗറിന്റെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോ മീഡിയ ആണ് മൊത്തത്തിൽ അതിനെ പറ്റി വലുതാക്കിയിട്ടുള്ളത്. ഇപ്പൊ എന്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളത്, ശരിയാണോ തെറ്റാണോ ഒന്നും ഈ മീഡിയക്ക് പോലും അറിയില്ല. ഇപ്പൊ ഇത് സത്യം അറിയുന്നുണ്ടെങ്കിൽ അവൻ പുറത്ത് ഇറങ്ങിയാല് ഇവന് സത്യം എന്താണ് ശരിയാണോ ഒരു 150% എന്തെങ്കിലും അറിയാം. എന്താ വെച്ചാൽ നമുക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ല, നമുക്കൊന്നും അറിയില്ല, ഒന്നും പറയാനും നമുക്ക് പറ്റില്ല, അതിനും പറ്റിയൊരു നമ്മളൊരാളല്ല. അപ്പോൾ ഇപ്പോൾ ഇവന് പുറത്തിറങ്ങിയ ശേഷം ഞാൻ നിരപരാധിയാണ്. പക്ഷെ ഇവൻ നിരപരാധിയാണെന്ന് ഇപ്പോൾ ഈ മീഡിയ ഇവനെ കുറിച്ച് പറയോ? ഇല്ല. ആരും അത് സത്യാവസ്ഥ ഒന്നും ഇനി തിരിച്ച് പറയാനില്ല. ഇപ്പോൾ ഇവനെ നഷ്ടങ്ങൾ മാത്രം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം നീ അവനായെങ്കിലും നാളെ ഞാനാണെന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പം നിങ്ങൾക്കായാലും വരാൻ പറ്റും. ഈ അവസ്ഥ എല്ലാവർക്കും വരാം. എന്താ വെച്ചാൽ ഇതിനൊരു സാഹചര്യം, ഇതിനൊരു തീരുമാനം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല. ഇപ്പം നാളെ ഇവന് നിരപരാധിയാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ പറയോ ഇവന് അന്ന് ചെയ്ത് കുറ്റം നിരപരാധി ആയിരുന്നു എന്ന്? ഇല്ല, ഒരിക്കലും വരില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ മൊത്തം ഒരു മാഫിയ എന്ന് പറയാം. എന്ന് വെച്ചാൽ ബിസിനസ്സാണ്, ഒരു സോഷ്യൽ മീഡിയ ഒരു ബിസിനസ്സായിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് ചാനലുകളും എല്ലാത്തിലേക്കും ഒരു ബിസിനസ് പരമായിട്ടാണ് ഇപ്പോൾ എല്ലാം പോകുന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനുള്ള എന്ത് തീരുമാനമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാളെ നമ്മളായിരിക്കും വരാൻ പോകുന്നത്, മറ്റന്നാൾ അവനായിരിക്കാം. ഇതിന് നെഗറ്റീവ് കാണാനേ ആൾക്കാർ ഇപ്പോൾ കൂടുതലും നമ്മുടെ ഭാഗത്തുണ്ടാവും. നമ്മുടെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പോലും ആരും അന്വേഷിക്കാനോ ഇതാക്കാനോ വരില്ല. നാളെ ഓൻ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അതിനൊന്നും ഇതാണ്, ഓനക്ക് അവിടെ അത് സംഭവിച്ചിട്ടുണ്ട്, ഓൻ അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നിനക്കറിയോ? അങ്ങനത്തെ ചോദ്യങ്ങളും സംസാരങ്ങളായിരിക്കും ആൾക്കാർ സംസാരിക്കാൻ കൂടുതൽ ഇപ്പോൾ താല്പര്യമുള്ളത്. ഇപ്പോൾ അഭിനു പറഞ്ഞത് ചുവട് വെച്ച് പ്രതികരിക്കുകയാണെങ്കിൽ, ഇപ്പം നാളെ മറ്റന്നാൾ എനിക്കോ നിനക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകില്ല എന്ന് ആര് കണ്ട്? കാരണം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 3 കൊല്ലമോ അല്ലെങ്കിൽ 4 കൊല്ലമോ കഴിഞ്ഞിട്ട് പിന്നെ പ്രവാസം മതിയാക്കി നാട്ടിൽ പോവുകയോ, അല്ലെങ്കിൽ ഒരു 3 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മളോട് വന്നിട്ട് നമുക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് പറഞ്ഞെങ്കിൽ 3 കൊല്ലം മുമ്പ് ഇവനെ ഈ രീതിയിൽ ഞാനായിട്ട് അഫെയർ ഉണ്ടായിരുന്നു, എനിക്ക് വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് എന്നെ പറ്റിക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ഒരു തെളിയിക്കാൻ പറ്റിയ ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകും? ഇപ്പോൾ കേസും കോടതി, ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രഹസ്യമൊഴി കൊടുത്തിട്ട് കോർട്ടിലേക്ക് അവിടത്തേക്ക് അവരെ പേര് പോലും പറയാത്ത രീതിയിൽ രഹസ്യമൊഴി കൊടുത്ത് കേസ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത്. അപ്പോൾ അതേപോലെ തന്നെയാണ് കോടതി പറയുന്നത് ആ സ്ത്രീയെ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീനെ എന്താണ് ഇപ്പോൾ പറയുക, അതിജീവിത എന്ന് പറയുന്നത്. അവരുടെ പേര് പോലും പറയരുതെന്നാണ് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി പോലും. അങ്ങനെയാണ്, അതല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അതിജീവിത, അതായത് അവിടെ പുരുഷന്മാർക്ക് ഒരു ഹൈലൈറ്റ് ആക്കിയിട്ടാണ് പുരുഷന്മാരുടെ ജീവിതത്തിന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചെങ്കിൽ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് പറയുന്നത് പിന്നെ അവന് നിരപരാധിയാണ്, തെളിവുകൾ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നതിൽ അതിജീവിത പരാജയപ്പെട്ടു. അപ്പോൾ ആ 8 മാസം അഭിനു പറഞ്ഞ അതേ പ്രകാരം പിന്നെ ഞാൻ പ്രതികരിക്കുകയാണ്. ആ 8 മാസം അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അതിനുള്ളിൽ നമ്മളെ നടന്ന ലൈഫ്, നമ്മളെ ഫാമിലി, ഞങ്ങളെ കുട്ടികൾ, നമ്മളെ കരിയർ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി നമ്മളിൽ വിശ്വാസം അർപ്പിച്ച ഒരുപാട് ആൾക്കാർ, നമ്മളെ ഉമ്മയുടെ മാനസികാവസ്ഥ, നമ്മളെ പെങ്ങന്മാരെ, ഭാര്യ മക്കളെ, ഇവരൊക്കെ സമൂഹത്തിലും സൊസൈറ്റിയിലുണ്ടായ ഒരുപാട് വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥകൾ, അവരെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ കോടതി പറയുന്നു അവൻ നിരപരാധിയാണ്, തെറ്റുകളൊന്നും ചെയ്തിട്ടാന്ന് എന്ന് പറഞ്ഞ് പുറത്തു വിട്ടപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ വക സംഭവങ്ങളൊക്കെ അവൻ്റെ ലൈഫിൽ നിങ്ങൾ ആര് വിചാരിച്ചും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് വെച്ചെങ്കിൽ ശരിക്കും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഉന്നയിക്കുമ്പോൾ പരാതി കേസ് എടുക്കുന്നതിന് പകരം തികച്ചും ഒരു ആക്ഷൻ കമ്മിറ്റി, അന്വേഷണ കമ്മിറ്റീനെ ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യങ്ങൾ ശരിക്കും ഒന്ന് പഠിക്കാം.
എന്താണ് സംഭവിച്ചത്, ഇതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും വ്യക്തി താല്പര്യത്തിനോ അല്ലെങ്കിൽ പാർട്ടി താല്പര്യത്തിനോ വേണ്ടിയിട്ട് കളിക്കുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് അവന് ഒരു 100ൽ ഒരു 70% ഒരു കുറ്റക്കാരനാണ് സംശയമുണ്ട് എന്ന നിലക്ക് മാത്രമേ ഒരു കേസ് എടുത്തിട്ട് അകത്തിടാൻ പോലും പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിമായിട്ടുള്ള അഭിപ്രായം ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മളെ കാൽച്ചാവും അതുപോലെ അബ്നു പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എത്രയോ കാലം മുമ്പുള്ള ഓരോ കുത്തി പൊന്തിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്നെങ്കിൽ അതിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ തന്നെ ആയിക്കോട്ടെ, ഒരു 4 കൊല്ലത്തെ മുമ്പിലത്തെ ഒരു കഥ പൊന്തിച്ചിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് എന്താക്കാൻ കഴിയും? നമുക്ക് ആ ടൈമിലുണ്ട് എന്ത് സംഭവം നേരെ ഉണ്ടാവും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി മറ്റു ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനൊരു ടൈം പീരീഡ്, അതായത് ഇത്ര കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനത്തെ ഒരു കേസുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്പോൾ ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെയുള്ള ശിക്ഷ നൽകൽ കാര്യങ്ങൾ അതൊക്കെ ഒരു പൊതുജനം ഇതിനെ വിലയിരുത്തണം. ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ, ഈ ജയിപ്പിച്ച് അയക്കുന്നുള്ളതായി നമ്മൾ പൊതുജനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സംഭവവും ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതറിയാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട്. ഈ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും ഉള്ള അവകാശമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ മുമ്പോട്ട്, അതായത് മൊഴി നൽകുന്ന ആൾ കേസ് കൊടുക്കുന്ന ആൾ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രം കേസെടുക്കുകയോ ഇല്ലെങ്കിൽ കാൽദൂച്ച പറഞ്ഞതുപോലെ ഈ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഒരു അന്വേഷണം കമ്മിറ്റി കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് അന്വേഷിച്ചിട്ട് ശരിയാണെങ്കിൽ മാത്രം ന്യൂസ്, അതായത് അതുപോലെ ഉനീസ് സാഹിബ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് മണിക്കൂറിൽ വരുന്ന വാർത്തയെക്കുറിച്ച് ഒരു ബ്രേക്ക് ന്യൂസ്, എങ്ങനെയാണ് ആ ബ്രേക്ക് ന്യൂസ് ആൾക്കാരിലേക്ക് എത്തുന്നുള്ളത് ഈ രീതിയിലാണ്. ആ 1 മണിക്കൂറിൻ്റെ ന്യൂസാണ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നതും അതിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങൾ എല്ലാം മുമ്പോട്ട് പോകുന്നുള്ളത്. അപ്പം നമ്മൾ തീർച്ചയായും ഈ രീതിയിലുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു അന്വേഷണ കമ്മീഷനോ കാര്യങ്ങളോ വെച്ച് കേസ് കൊടുത്താൽ ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടറുകൾക്കോ ന്യൂസ് ചാനലുകൾക്കോ നൽകുന്നതിന് മുമ്പ് ഈ രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ രീതിയിലുള്ള എല്ലാ അല്ലേ ഇതൊക്കെ. അതാണ് അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു പറയാനുള്ളത്. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഫുള്ള് ബുള്ളിങ് ആയിട്ട് ചെയ്യുന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും വരുന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിൽ എത്ര കേസും കാര്യങ്ങളുണ്ടാവും. അതൊന്നും ഇപ്പോൾ ഒരു വാർത്തയിൽ പോയിട്ട് കൊടുത്താൽ ആരും കൊടുക്കും വേണ്ടാന്ന് പറയും. ഇപ്പോൾ ഞാനൊരു പാട്ടുകാരനാണ്, കേസ് അപ്പൊ അതാണ് ട്രെൻഡിങ്. അത് ട്രെൻഡിങ് അല്ലേ ഇപ്പൊ മാർക്കറ്റ് ആർക്കാണ്? അവർക്കാണ് ട്രെൻഡിങ്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ അടുത്തൊരു ഇലക്ഷൻ വരുന്നുണ്ട്, പക്ഷെ ഇത് ഗെയിം ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞു, ആ ഒരു പൊളിറ്റിക്സ് കാരണം ഇതൊന്നുമല്ല. ഇപ്പൊ ഇലക്ഷൻ വരുന്നുണ്ട്, അതിന്റെ ഒരു ഗെയിം ആയിരിക്കും, അറിയില്ല, നമുക്കറിയില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവിടെ നമ്മള് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പയ്യനാണ് കാസർഗോഡുള്ളത്, അതും അടിച്ചു. ഇപ്പോൾ ഇടയിൽ ഒരു പാട്ടുകാരനും വന്ന്. ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു ന്യൂസ് ഇതുവരെ ആരും കൊടുത്തിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും നമുക്ക് കേട്ടിട്ടില്ല ഇതുവരെ. ഇങ്ങനത്തെ ഒരു കേസും കാര്യങ്ങളോ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നം വരുന്നുള്ളത് കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അതെല്ലാം നിൻ്റെ പൈസ ഉണ്ടോ? അവൻ്റെ ഒരു കേസ് കൊടുത്താൽ, അവൻ പണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ ഇപ്പോൾ അവൻ പൈസക്കാരനാണ്. അപ്പോൾ ന്യൂസ് ചാനലിൻ്റെ ആൾക്കാർക്ക് അവർ ബിസിനസ്സാണ് ഇപ്പോൾ ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ഒരാഴ്ചത്തേക്കുള്ള ഒരു പരിപാടി. ഇപ്പം നീ പറഞ്ഞ കാര്യം അതിൽ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചെങ്കിൽ ഇപ്പം 100 കണക്കിന് ചിലപ്പോൾ നമ്മളെ മുമ്പിൽ വന്നിട്ടെങ്കിൽ പിന്നാമ്പുറത്ത് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് കാശ് കൊണ്ട് അതവിടെ ഒതുക്കിയിട്ടുണ്ടാവും, കാശ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവും. അതല്ല, പല നിരപരാധികൾ ഇപ്പോൾ ജയിലിലായിരിക്കാം, അത് നമുക്കറിയില്ല എങ്ങനെയെന്നുള്ളത്. പക്ഷെ നീ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങളാണ്, എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താ വെച്ചെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു നല്ലൊരു വ്യവസായ പ്രമുഖനോ നല്ലൊരു പൈസയുള്ള ആൾക്കാർ ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ അടുത്തേക്ക് എന്താക്കി പൈസ കൊടുത്ത് കാര്യങ്ങൾ, അതായത് ഇപ്പം
ചിലപ്പോൾ അതിലൊരു സത്യാവസ്ഥ ഉണ്ടായില്ല, എൻ്റെ പേരോ കാര്യങ്ങളോ പുറത്ത് വരണ്ട എന്നുള്ള രീതിയിൽ പോലും ഇപ്പം ബ്ലാക്ക് മെയിലോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തയ്യാറാവുന്നുണ്ട്. ഇത് എന്ത് പറയുന്നത്, ഇത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് ഇത്ര ക്യാഷ് വേണം, ഞാൻ ഇത് മുമ്പോട്ട് പോകുന്ന ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്താം, ഞാൻ ഇത് മുമ്പോട്ട് പോയില്ല ഈ സംഭവമായിട്ട്. അപ്പോൾ അവിടെ എത്രയോ കാര്യങ്ങൾ ഈ ക്യാഷ് കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഒഴിവാക്കപ്പെടുന്നുണ്ട് ഇല്ലേ? എന്താണ് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? അതായത് അഷ്റഫ് പറഞ്ഞത് പോലെ സമൂഹത്തിൽ ഏറ്റവും ഹൈപ്പായിട്ട് ഏറ്റവും മുഖ്യധാര രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു സംഭവം അരങ്ങേറുന്നുള്ളത്. കാരണം വെച്ചെങ്കിൽ പിന്നെ അവർക്ക് ഒരു കുറച്ച് തലമുന്തി നിൽക്കുമ്പോൾ ഒന്ന് താഴ്ത്തി കെട്ടാനും അവരെ ബാക്കിയുള്ള ആളുടെ മുമ്പിൽ എന്താ പറയുന്നത് അവരെ കരിവയ്ക്കാനുള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു സംഗതിയാണ് ഇതിൽ ഏറ്റവും ചർച്ചയാകേണ്ടത്. ഇപ്പം നമുക്ക് സമത്വം എന്ന് പറയുന്നത്, എല്ലാവർക്കും തുല്യ സമത്വം എന്ന് പറയുന്നത്, ഈ സ്ത്രീകളെ വിഷയത്തിൽ മാത്രം അവർക്കൊരു പ്രയോറിറ്റി, തിരിച്ച് പുരുഷന്മാർ ഇതേ രീതിയിൽ എവിടെയെങ്കിലും കേസ് കൊടുത്തിട്ടോ അല്ല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഹൈപ്പാക്കിയിട്ട് കോടതി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാകും നമ്മളെ നീതിന്യായ വ്യവസ്ഥയിൽ. ഇല്ലല്ലോ, സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രയോറിറ്റി. അതിലും കൂടുതൽ ഒരു 90% അല്ലെങ്കിൽ ഒരു 60-70% മിസ്യൂസ് ആകുന്നതാണ്, മിസ്യൂസ് ആകുന്നതാണ്. കാരണം അവരെ വെച്ചിട്ട് ഇവനെ കരുവാക്കുക, അതിൻ്റെ മുന്നിൽ വ്യക്തി താല്പര്യം, രാഷ്ട്രീയ താല്പര്യം, പല താല്പര്യങ്ങൾ വെച്ച് ഒരാളെ കരുവാക്കിയിട്ട് അവരെ ലൈഫ് അപ്പാടെ തകർത്ത് കളയുന്ന ഒരു പ്രതിഭാസം പോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാം. ഇപ്പോൾ ഖാലിദ് പറഞ്ഞ പോലെ, അഷ്റഫ് അതേപോലെ തന്നെ അഭിനവ് പറഞ്ഞ പോലെ, നമുക്കിപ്പോൾ ഇതിൽ വ്യക്തി താല്പര്യങ്ങൾ വന്നേക്കാം ഒരു പരിധി വരെ, രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഫേമായിട്ടുള്ള ഫിഗേഴ്സിനെ അത് നമ്മൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്നിപ്പോൾ നമ്മൾ പലരും പല കേസും കാണുമ്പോൾ ഫേമായിട്ടുള്ള മുഖങ്ങളെ ആക്രമിക്കുക. ഇതേപോലെയാണ് കുറച്ച് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പെന്ന് തോന്നുന്നുണ്ട് ഒരു പ്രമുഖ സിനിമാ താരത്തിൻ്റെ വിവാഹത്തിൻ്റെ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പായിട്ടാണ് ഒരു സംഭവം അരങ്ങേറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും മാതൃകാപരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയും നിയമവും ശിക്ഷിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അവിടെ നിൽക്കുന്ന ചില കൂരമ്പുകളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കളയാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നോക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും അന്ന് വന്ന ആരോപണങ്ങളെ അദ്ദേഹത്തിന് മനസ്സാ വാച ഒരുപക്ഷെ അറിയാത്ത കാര്യത്തിന് ഒരു പരിധി വരെയെങ്കിലും അയാൾക്ക് അതിനെ തടുക്കാൻ സാധിച്ചിട്ടില്ല. അക്രമങ്ങൾ അയാൾ ഏറ്റുവാങ്ങുകയായിരുന്നു. അറിഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഇന്നാണ് നമ്മൾ പല പ്രസ്താവനകൾ വരുമ്പോഴും അതിൻ്റെ നിജസ്ഥിതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതേപോലെ ഈ പറയപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു റാപ്പർ സിംഗർ, അദ്ദേഹത്തിൻ്റെ 3 വർഷം മുമ്പത്തെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 3 വർഷം വരെ ഇയാൾ ഒരു ഫെയിം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണോ? ഇതേപോലെ ഇപ്പോൾ വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കേസ്, അദ്ദേഹം മുമ്പ് രാഷ്ട്രീയ യുവജന സംഘടന നേതാവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ലൊരു ഫിഗറിലേക്ക് വരുന്നു, വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. തൻ്റെ സ്വന്തം പാർട്ടിക്കാർക്ക് വരെ നേതാവായി പോവോ എന്നുള്ള പേടി വരുന്നു. പിന്നീട് അദ്ദേഹം നേർക്കുനേർ, അതായത് മത്സര രംഗത്ത് നേർക്കുനേർ നിൽക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയിൽ ആ നേതാക്കളോളം ആ ഒരു യുവജന നേതാവ് വളരുന്നു. അതിനുശേഷം അദ്ദേഹം MLA സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതുവരെയും എന്തുകൊണ്ട് കാത്തിരുന്നു? നമ്മൾ ചോദിക്കുന്നത് അതാണ്, എന്തുകൊണ്ട് അത്രയും ടൈം പീരീഡ് അല്ലെ, ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തിനാ അത്രയും നീട്ടിക്കൊണ്ടു പോകുന്നു? അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിവേഗ കോടതികൾ തീരുമാനിക്കണം, നിയമങ്ങൾ പാസ്സാക്കണം. പലപ്പോഴും ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഗോവിന്ദചാമിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ. അദ്ദേഹത്തിന് വിചാരണ തടവുകാരനായിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത്തരക്കാർക്ക് അതിവേഗ കോടതികൾ എന്തുകൊണ്ട് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ ശിക്ഷകൾ മാതൃകാപരമായ, ഒരിക്കലും ഇത്തരത്തിലുള്ള ചിന്തകൾ പോലും പോവാത്ത തരത്തിലുള്ള ശിക്ഷകൾ ഇത്തരക്കാർക്കെതിരെ കൊണ്ടുവരണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഒരു കാലത്തും നമ്മൾക്ക് വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള മാനഹാനി വരുത്തുന്ന കാര്യം, നേരത്തെ
അഷ്റഫ് പറഞ്ഞു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് എല്ലാവർക്കും ഫാമിലി ഉള്ളതാണ്. ആ ആദ്യത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ ഈ ന്യൂസ് ബ്രേക്കിംഗ് പോകുമ്പോൾ ഒരു പക്ഷേ ദുർബലരായിട്ടുള്ള നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, അമ്മ പെങ്ങന്മാർ, ഉമ്മമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പെങ്ങന്മാർ, കുട്ടികൾ ഒക്കെയും അടങ്ങുന്ന നമ്മുടെ ഫാമിലി വേട്ടയാടപ്പെടുന്നു. അവർക്ക് സ്കൂളിലേക്ക് പോകണം, അവർക്ക് പൊതുമധ്യത്തിലേക്ക് പോകണം, മറ്റു നാട്ടിലെ കല്യാണങ്ങളിലേക്ക് പോകണം, മറ്റ് എല്ലാ തരത്തിലും ശരിക്കും വേട്ടയാടപ്പെടും അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹം ഒരു പക്ഷേ ജയിലിലോ മറ്റൊക്കെ പോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായിട്ട് ഒരു പക്ഷേ ആ വിക്ടിമിന് ഒരു പക്ഷേ ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം വേട്ടയാടുമ്പോൾ ദുർബലരായിട്ടുള്ള ഉമ്മപെങ്ങന്മാർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ഒരു 8 മാസം 1 വർഷത്തിന് ശേഷം നിയമവ്യവസ്ഥിതികൾ അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് മാറ്റി പറയുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ മൊഴി മാറ്റി പറയുമ്പോൾ, അബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ മാനഹാനി, അന്നത്തെ രാത്രി, ആദ്യത്തെ ദിവസത്തെ രാത്രി, ആ ഒരു സമയം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തെ വലിച്ചു കീറി പച്ചക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട്, ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, ഈ ആഘോഷിച്ച മൊത്തം മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ നിരപരാധികൾ തെളിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സിംഗിൾ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്? ആരോടെങ്കിലും ഒരു മാപ്പപേക്ഷ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആഘോഷങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ഏതൊരാളുടെ വ്യക്തികളിലേക്ക് വരുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രാധാന്യം ഏതൊരാളും മനസ്സിലാക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു നിജസ്ഥിതി ഇന്ന് ചർച്ച ചെയ്യാൻ കാരണം അതായത് ഇങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ അത്തരക്കാരെ ന്യായീകരിക്കാനോ അത്തരക്കാരെ ഒരു തരത്തിലും സഹകരിപ്പിക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതിനുള്ള നിയമത്തിൻ്റെ സംഹിതകളിൽ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ചില വെല്ലുവിളികളെ കൂടി അത് അറ്റ് ദ സെയിം ടൈം അതിനും കൂടി ഒരു തുല്യത വരുത്തണം എന്നുള്ളത് തന്നെയാണ്. പ്രൂഫ് അവർ കൊണ്ടുവരണം. അവർ കൊണ്ടുവന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്ന രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരാളെ കരിയർ ഫുള്ള് നശിപ്പിച്ചിട്ടായിട്ട് കാര്യങ്ങൾ പോയിട്ടായിട്ട് അവരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറായിട്ടായിട്ട് നമ്മൾ ഇതിന് എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിന് വ്യക്തമായിട്ട് ഇത് കോടതിയോ ബഹുമാനപ്പെട്ട കോടതിയോ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണം നല്ല രീതിയിൽ. അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള മുൻഗണനകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നേ ഇല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റ്, അതിന് ശിക്ഷ അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതിനെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തെളിവ് കാര്യങ്ങളുണ്ടെങ്കിൽ ശിക്ഷിക്കാം. അല്ലാണ്ട് ഈ പറയുന്ന അവരുടെ മൊഴിപ്രകാരം മാത്രം ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഒരു ദയനീയമായ അവസ്ഥയാണത് സംഭവം. ഈ മൊഴിപ്രകാരം അല്ലേ, ഈ മൊഴിപ്രകാരം ഈ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല അത്. അതുപോലെ ഈ രീതിയിൽ പല കാര്യങ്ങളും ഇപ്പം വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വന്ന, അതായത് ഇന്നലെ വന്ന ന്യൂസ് അടക്കം ആയിക്കോട്ടെ, അതിലിപ്പോൾ സത്യാവസ്ഥ ഉണ്ടാവാം ഇല്ലാണ്ടിരിക്കുക, അത് കോടതി കാര്യങ്ങൾ വരും. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് വെറും ഈ അതിജീവിത എന്ന് പറയുന്നവരുടെ ആ ഒരു മൊഴിപ്രകാരം അല്ലാണ്ട് ജെന്യൂനിറ്റിയിൽ ഈ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ച ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും പൊതുമധ്യത്തിൽ നമ്മുടെ പൊതുജനങ്ങളും കൂടി മനസ്സിലാക്കണം. കാര്യം പലപ്പോഴും പലരുടെയും മാനഹാനി സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തിയെ പരസ്യമായി വലിച്ചു കീറിപ്പിച്ച് ചീന്തിയതിന് ശേഷം നിയമം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയുകയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അതിൻ്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? അല്ല എന്നുണ്ടെങ്കിൽ കർശനമായ നിയമം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹം അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിരപരാധിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ മറിച്ച് ഈ സമൂഹം, നമ്മുടെ നിയമ വ്യവസ്ഥിതി എന്താണ് അദ്ദേഹത്തിന് തിരിച്ചു നൽകാൻ സാധിക്കുക? അതൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ, ഓരോരുത്തരുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്.